നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രക്ചർ ഓഫ് ആറ്റ് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തായിരുന്നു. അതിൽ കോണ്ടന്റ് നമ്പേഴ്സ് എന്ന് പറയുന്ന സെക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കോണ്ടന്റ് നമ്പേഴ്സിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ കോണ്ടന്റ് നമ്പറിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് പ്രീവിയസ് ഇയറിൽ വന്ന എല്ലാ ക്വസ്റ്റ്യൻസും കഴിഞ്ഞ വർഷം വർക്കൗട്ട് ചെയ്താൽ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തായിരുന്നു. ഇന്ന് ഈ ചാപ്റ്ററിൽ ഫോക്കസ് പോയിന്റ് ബേസ് ചെയ്ത് ബാക്കി ഉള്ള സെക്ഷൻസിന് ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ആക്ച്വലി ഈ ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മാർക്കിന് ഒരു സിംഗിൾ ചാപ്റ്ററിൽ നിന്ന് കിട്ടുമെങ്കിൽ സെക്കൻഡ് ചാപ്റ്ററും കെമിക്കൽ ബോണ്ടിങ് എന്നും ആയിരിക്കും നിങ്ങൾക്ക്. പിന്നെ ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് ഈ വർഷം എക്സാമിന് ക്വസ്റ്റ്യൻ കാണുക. അതിൽ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ നോക്കാം. എല്ലാവർക്കും ഇത് വിസിബിൾ ആണെന്ന് തോന്നുന്നു. സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? ഇതിൽ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ പ്രത്യേകത പ്രോബ്ലംസ് ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും വരുന്നത്. ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും പ്രോബ്ലംസ് സാധാരണ കൂടുതലൊന്നല്ല, ഈ ചാപ്റ്ററിലെ പ്രോബ്ലം ഉള്ളൂ. ഫസ്റ്റ് ചാപ്റ്ററിലും ഉണ്ട്, പിന്നെ ഈ ചാപ്റ്ററിലാണ് പ്രോബ്ലം ഉള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ തന്നെ എന്തായാലും പ്രോബ്ലം നമുക്ക് കിട്ടും. ഓക്കെ, അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് റെപ്രസെന്റ് ഇതൊക്കെ നമ്മൾ ചെയ്തു. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. 2019 ചോദിച്ചിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ സ്ഥിരം ഈ മോഡൽ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാറുണ്ട്. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓഫ് എ മെറ്റൽ. ഒരു മെറ്റലിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പഠിച്ചിട്ട് പോകേണ്ടത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പഠിച്ചിട്ട് പോകും. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണ് നമുക്കറിയാം. നമ്മളൊരു ലൈറ്റ് സർട്ടൈൻ മെറ്റൽസ് ആയിട്ടുള്ള സോഡിയം, പൊട്ടാസ്യം, ലിഥിയം തുടങ്ങിയ മെറ്റലിന്റെ സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്ത് തുടങ്ങും. ആ ഒരു എഫക്റ്റിനെ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയും. ഓക്കെ, അവിടെ എന്താണ് ആ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം ഫ്രീക്വൻസിയെ പറയുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഓക്കെ, ആ ലൈറ്റ് വന്ന് നമ്മൾ എന്താണ് മെറ്റലിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻസിഡന്റ് ഫ്രീക്വൻസി ആണ് ഇൻസിഡന്റ് റേഡിയേഷൻ എന്നൊക്കെ പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പഠിച്ചിട്ടുണ്ട്, എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് കണ്ട് പഠിച്ചിട്ട് വേണം ഇതിലോട്ട് കടക്കാൻ. ഓക്കെ, അതിന് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പഠിക്കുകയാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അല്ലെങ്കിൽ പോസ്റ്റുലേറ്റ്സ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അതും കൂടെ നോക്കി വെക്കുക. കാരണം ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വർഷവും ചോദിക്കാറുണ്ട് കേട്ടോ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പഠിക്കാതെ പോകരുത്. ഈ ചാപ്റ്ററിൽ തന്നെ സെക്ഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. അതെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അതേപോലെ തന്നെ നമ്മൾ റുദർഫോർഡ് ആറ്റം മോഡൽ, അതിന്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ്, ഓക്കെ, ബോർ മോഡൽ, അതിന്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കണം. ഒക്കെ എപ്പോഴും എക്സാമിന് നമുക്ക് സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഈ വർഷം ഡയറക്റ്റ് ആയിട്ട് റുദർഫോർഡ് ആറ്റം മോഡലിന്റെ പോസ്റ്റുലേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചോദിക്കാം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇവിടെ നോക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ന്യൂ സീറോ എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസിയും. ഓക്കെ, ന്യൂ എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഏതാ, ഒന്നുകിൽ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈറ്റ് പതിക്കുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ടല്ലോ, അതാണ് ന്യൂ എന്ന് പറഞ്ഞത്. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഒരു മെറ്റലിനുള്ള ഏറ്റവും മിനിമം ഫ്രീക്വൻസി പറയുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഈ ത്രെഷോൾഡ് ആണ് എന്ന് പറഞ്ഞ ഒരു മെറ്റലിന് ഒരു പർട്ടിക്കുലർ മിനിമം എമൗണ്ട് ഓഫ് ഫ്രീക്വൻസി കാണും. അതാണ് ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് ന്യൂ സീറോ എന്ന് പറഞ്ഞാൽ. ഈ ന്യൂ സീറോയിനേക്കാളും നമ്മൾ വന്ന് പതിക്കുന്ന റേഡിയേഷൻ ഉണ്ടല്ലോ, നമ്മൾ ലൈറ്റിന്റെ റേഡിയേഷന്റെ ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ മാത്രമേ അവിടെ എന്ത് നടക്കത്തുള്ളൂ, ഇലക്ട്രോൺസ് മെറ്റലിന്റെ സർഫസിൽ നിന്ന് എന്താവുകയുള്ളൂ, ഇജക്റ്റ് ആവുകയുള്ളൂ. അതാണ് എപ്പോഴും പഠിച്ചത്. ഈ ന്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒന്നുമില്ല. ഇപ്പൊ സപ്പോസ് ഇതൊരു സോഡിയം മെറ്റൽ ആണെന്ന് വിചാരിക്കാം. ഇതിൽ കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ട്. ലൈറ്റ് വന്ന് ഈ മെറ്റലിൽ സ്ട്രൈക്ക് ചെയ്യാണ്. ലൈറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് പുറത്തു ഇജക്റ്റ് ചെയ്യും. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ലൈറ്റ് വന്ന് ഒരു മെറ്റലിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ, മെറ്റലിൽ ഇടിക്കുമ്പോൾ ആ മെറ്റലിൽ നിന്നും ഇലക്ട്രോൺസ് പുറത്തു പോകും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതാണ് ഏതെന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ നമുക്ക് ഈ മെറ്റലിന് ഓൾറെഡി ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഫ്രീക്വൻസി കാണും. അതാണ് ന്യൂ സീറോ എന്ന് വിളിക്കും. ത്രെഷോൾഡ് ഫ്രീക്വൻസി, അതാണ് ആരെന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഈ മെറ്റലിനുള്ള ഫ്രീക്വൻസി, സപ്പോസ് മെറ്റലിനുള്ള ഒരു ഫ്രീക്വൻസി വെറുതെ പറയണം 5 എന്ന് വിചാരിച്ചോ.
നമ്മൾ ഈ പതിക്കുന്ന ഈ റേഡിയേഷൻ അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഈ ലൈറ്റിന്റെ ഫ്രീക്വൻസി ആണ് ന്യൂ എന്ന് പറഞ്ഞാൽ ആ ന്യൂ ഈ 5-നേക്കാളും കൂടുതലാണ്. ഒരു 6 ആണെങ്കിൽ മാത്രമേ ഈ പതിക്കുന്ന ലൈറ്റ്സിന് ഈ മെറ്റലിന്റെ സർഫസിൽ നിന്നും ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യാനുള്ള കഴിവ് വരികയുള്ളൂ. ക്ലിയർ? പിടികിട്ടിയോ? ഈ ന്യൂ എന്ന് പറയുന്ന 4 ആണെങ്കിൽ ഈ മെറ്റലിന്റെ സർഫസിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ അവൻ ഇജക്ട് ചെയ്യത്തില്ല. അതാണ് എപ്പോഴും പറയുന്നത് ഈ ന്യൂ എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് റേഡിയേഷന്റെ ഫ്രീക്വൻസി, വന്ന് പതിക്കുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി അത് എപ്പോഴും ആരെക്കാളും കൂടുതലായിരിക്കണം? ന്യൂ സീറോയെക്കാളും കൂടുതലായിരിക്കണം. ഈ പ്രോബ്ലത്തിന് അതൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അത് എപ്പോഴും മനസ്സിൽ വെക്കുക കേട്ടോ. ആൻഡ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓഫ് എ മെറ്റൽ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ന്യൂ സീറോ തന്നിട്ടുണ്ട്. ഇത്രയെന്നാ 7 × 10⁻14 സെക്കൻഡ് ഇൻവേഴ്സ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് കൈനറ്റിക് എനർജി ഓഫ് ദി എമിറ്റഡ് ഇലക്ട്രോൺ വെൻ റേഡിയേഷൻ ഓഫ് ഫ്രീക്വൻസി, വന്ന് പതിക്കുന്ന ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടായാലും ഇത് ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. ഈസി ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു മെറ്റലിൽ ഒരു ലൈറ്റ് ഒന്ന് പതിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കൈനറ്റിക് എനർജിയുടെ ഫോർമുല ഉണ്ട്. കൈനറ്റിക് എനർജി ഈക്വൽ ടു ഡയറക്റ്റ് ഫോർമുലയാണ്, പഠിച്ചു വെക്കുക. ഓക്കെ, ഹാഫ് mv² ഒക്കെ അല്ല, നമുക്ക് വേറൊരു ഫോർമുല ഉണ്ട്. ഈക്വൽ ടു h ന്യൂ വെച്ചുള്ള ഒരു ഫോർമുല ഉണ്ട്. കൈനറ്റിക് എനർജി ഈക്വൽ ടു h × ന്യൂ മൈനസ് ന്യൂ സീറോ. അത് പഠിച്ചു വെക്കുക. h ന്യൂ മൈനസ് h ന്യൂ സീറോ എന്നാണ്. അതിനെ കണക്ട് ചെയ്ത് ഇങ്ങനെയാണ് പഠിച്ചു വെച്ചാൽ മതി. h × ന്യൂ മൈനസ് ന്യൂ സീറോ എന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്ഥിരം എപ്പോഴും ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ h × ന്യൂ മൈനസ് ന്യൂ സീറോ എന്ന് പറഞ്ഞ ഫോർമുല എന്ത് ചെയ്യുക, എപ്പോഴും പഠിച്ചു വെക്കുക. ഓക്കെ, എന്നിട്ട് ഒന്നുമില്ല, ഇവിടെ തന്നെ ഉണ്ട്. നമുക്കറിയാം h-ന്റെ വാല്യൂ 6.626 × പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് അല്ലേ, 10⁻−34 ആണ്. അത് h-ന് പകരം കൊടുത്തു. ന്യൂ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, ന്യൂ സീറോയും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. സോ രണ്ടും എന്ത് ചെയ്യുക, കൊടുക്കുക, ഫൈനൽ ആൻസർ കിട്ടും, കൈനറ്റിക് എനർജി കിട്ടി. ക്ലിയർ? അപ്പൊ ഈ ഫോർമുല ഒന്നെങ്കിൽ h ന്യൂ മൈനസ് ന്യൂ സീറോ, ഇത് പഠിക്കണ്ട, ഇങ്ങനെ പഠിച്ചു h × ന്യൂ മൈനസ് ന്യൂ സീറോ എന്ന് പഠിച്ചു നോക്കിയാൽ ഓക്കെ. അത് നമ്മൾ E = h ന്യൂ എന്ന് പറയുന്ന ഫോർമുല കണക്ട് ചെയ്ത് വരുന്നതാണ്. ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ കണക്ട് ചെയ്ത് വരുന്നതാണ്. E = mc² ഉം E = h ന്യൂ, അതിൽ നിന്ന് പറഞ്ഞതാണ്. അതിപ്പോൾ നിങ്ങൾ പോട്ടെ, ഈ ഫോർമുല പഠിച്ചു വെക്കുക. കൈനറ്റിക് എനർജി ഈക്വൽ ടു h × ന്യൂ മൈനസ് ന്യൂ സീറോ എന്ന് പറഞ്ഞ ഫോർമുല എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ എന്താണ് കൈനറ്റിക് എനർജി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ എന്ന് പറഞ്ഞ ഫോർമുല ഏതാണ്? h × ന്യൂ മൈനസ് ന്യൂ സീറോ, സോറി ഇൻസിഡന്റ് റേഡിയേഷൻ അല്ല, കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ സർഫസിൽ ഒരു ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ ആ മെറ്റലിൽ നിന്നും റിമൂവ് ആകുന്ന ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കേണ്ട ഫോർമുല h × ന്യൂ മൈനസ് ന്യൂ സീറോ ആണ്. h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.626 × 10⁻34. ക്വസ്റ്റ്യൻ പേപ്പറിൽ തരത്തില്ല വാല്യൂ, കാണാതെ പഠിച്ചു വെക്കണം. ന്യൂ മൈനസ് ന്യൂ സീറോ തന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി അടുത്ത് വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് ഒബ്സർവേഷൻസ് ആൻഡ് കൺക്ലൂഷൻ മെയ്ഡ് ബൈ റുദർഫോർഡ്. റുദർഫോർഡിന്റെ നന്നായിട്ട് പഠിക്കുക, ഞാൻ വീണ്ടും തിയറി എടുക്കുന്നില്ല. റുദർഫോർഡ് ആറ്റം മോഡൽ നന്നായിട്ട് പഠിക്കുക, ഫുൾ മാർക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. പറ്റുമെങ്കിൽ റുദർഫോർഡ് ആറ്റം മോഡലിന്റെ കുഞ്ഞു ഫിഗർ ഉണ്ടല്ലോ, അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും വരയ്ക്കുന്നത്, ജസ്റ്റ് ആ റഫ് ഫിഗർ വരച്ചു വെച്ചാൽ നല്ല മാർക്ക് കിട്ടും കേട്ടോ. അതേപോലെ ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട 2-3 കാര്യങ്ങളാണ്. ഡി ബ്രോഗ്ലി റിലേഷൻ, അത് ഡയറക്റ്റ് ആയിട്ട് ഡി ബ്രോഗ്ലീസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ചോദിക്കത്തില്ല. ഓക്കെ, ഡുവൽ ബിഹേവിയറിനെ കണക്ട് ചെയ്ത് ഒരു ചോദിക്കും, വിച്ച് റൂൾ റിഗാർഡിംഗ് ഡുവൽ ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ ഡി ബ്രോഗ്ലി റിലേഷനാണ്. ഡുവൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രിൻസിപ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഡി ബ്രോഗ്ലി റിലേഷൻ ആണെന്ന് ഓർത്തോളുക. ഓക്കെ, ദെൻ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. എന്താ ഈ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ? എന്താണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ? ഹൈസൻബർഗ് പറയുന്നത്രേ ഉള്ളൂ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മെഷർ എന്താണ് ബോത്ത് മൊമെന്റം ആൻഡ് പൊസിഷൻ ഓഫ് എ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ അറ്റ് ആൻ ഇൻസ്റ്റന്റ്. ചില ആൾക്കാർ മൊമെന്റത്തിന് പകരം വെലോസിറ്റിയും യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മെഷർ എന്താണ് വെലോസിറ്റി ആൻഡ് പൊസിഷൻ ഓഫ് എ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ. അങ്ങനെ എന്താണ് ചില ടെക്സ്റ്റുകളിൽ പറയാറുണ്ട്, മൊമെന്റത്തിന് പകരം വെലോസിറ്റി. ബോത്ത് ആർ സെയിം, കാരണം മൊമെന്റത്തിന്റെ ഫോർമുല എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി മസ്റ്റ് ബി എ കോൺസ്റ്റന്റ്. സോ എന്താണ് മൊമെന്റം എന്ന് പറഞ്ഞാലും വെലോസിറ്റി എന്ന് പറഞ്ഞാലും രണ്ടിന്റെ മീനിങ് ഒന്നൊന്നല്ല, ബട്ട് ഈ പ്രിൻസിപ്പലിൽ വരുന്ന അതിന്റെ മീനിങ് എന്താണ്? സെയിം തന്നെയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ എന്താണ് മീനിങ്? ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു സമയത്ത്
ഇപ്പൊ ഇലക്ട്രോൺ മൂവ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ, ഒരു പർട്ടിക്കുലർ സമയത്ത് ഇലക്ട്രോണിന്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റിയും പൊസിഷനും ഒരുമിച്ച് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് പറയാൻ പറ്റത്തില്ല ഇന്ന സമയത്ത് അവന്റെ സ്പീഡ് ഇന്ന, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ സ്ഥലത്ത് വെച്ച് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കുട്ടി, ഈ കുട്ടി തിരുവനന്തപുരത്ത് അവ പൊസിഷനായി, തിരുവനന്തപുരത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് ഇത്രയാണ്, അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരു പർട്ടിക്കുലർ സമയത്ത് നമുക്ക് ഒന്നുകിൽ മൊമെന്റം പറയാം അല്ലെങ്കിൽ വെലോസിറ്റി പൊസിഷൻ പറയാം. രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരുമിച്ച് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ആര് പറയുന്നത്, ഹൈസൻബർഗ് പറയുന്നത്. അതാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ, അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഉറപ്പില്ലായ്മ, സർട്ടനിറ്റി അല്ലായ്മ, ഉറപ്പില്ലായ്മ. ഏതിൽ? ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി ഏതിലൊക്കെയാ? മൊമെന്റത്തിലും പൊസിഷനിലും. മൊമെന്റും പൊസിഷനും, മൊമെന്റം അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഒരു ഇലക്ട്രോണിന്റെ വെലോസിറ്റിയും പൊസിഷനും അല്ലെങ്കിൽ മൊമെന്റവും പൊസിഷനും ഒരു സമയത്ത് ഒരുമിച്ച് പറയാൻ പറ്റത്തില്ല. ഒന്നുകിൽ മൊമെന്റം പറയാൻ പറ്റും അല്ലെങ്കിൽ വെലോസിറ്റി പൊസിഷൻ പറയാൻ പറ്റും. രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരുമിച്ച് പറയാൻ പറ്റത്തില്ല. സോ ഇതൊക്കെ കണക്ട് ചെയ്ത് ഹൈസൻബർഗ് ഒരു റിലേഷൻ കൊടുത്തിട്ടുണ്ട്. റിലേഷൻ പഠിക്കണം. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ ബി is greater than or equal to h by 4 pi. ഇത് നിങ്ങൾക്ക് അറിയാം. ഇതിന്റെ മീനിങ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ, ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി 4 pi m അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസിഷനിലുള്ള ഉറപ്പില്ലായ്മ. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ആണ് വെലോസിറ്റി. ഈ രണ്ടാൾക്കാരുടെയും പ്രോഡക്റ്റ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h by 4 pi m എന്നാണ് ആര് പറയുന്നത്? നമ്മളെ ഹൈസൻബർഗ് പറയുന്നത്. അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെയും പറയാറുണ്ട് ഹൈസൻബർഗ്, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു h by 4 pi. ഈ ഡെൽറ്റ പി എം മാസ് ഇൻറ്റു വെലോസിറ്റി, ഡെൽറ്റ പി നമ്മൾ ഇങ്ങനെ എഴുതും, മാസ് ഇൻറ്റു വെലോസിറ്റി. അവിടെ മാസിന് ചേഞ്ച് ഇല്ല, അപ്പൊ ഡെൽറ്റ വി മാസ് ഇൻറ്റു ഡെൽറ്റ വി. ഈ എം താഴെ വരുന്നതാണ് 4 pi m ആവുന്നത്. ഈ രണ്ടും കറക്റ്റ്, ഇതും കറക്റ്റ് തന്നെയാണ്, ഇതും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, ഒന്നെങ്കിൽ ഇതെടുക്കാം അല്ലെങ്കിൽ ഇതെടുക്കാം. ഇതെടുത്തു. ഇത് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മൊമെന്റം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതെടുത്താൽ മതി. വെലോസിറ്റി ആകുമ്പോൾ ഈ ഫോമിൽ യൂസ് ചെയ്യുക. ഈ രണ്ടും നിങ്ങൾക്ക് അറിയാവുന്ന കേസ് തന്നെയാണ്. ഈ പിക്ക് പകരം മാസ് ഇൻറ്റു വെലോസിറ്റി ഇവിടെ കൊടുത്താൽ ആ എം താഴെ വരുമ്പോൾ ഈ ഇക്വേഷനാണ്. ഓക്കെ, അപ്പൊ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ താൻ ഓർ ഈക്വൽ h by 4 pi എന്നുള്ള മീനിങ്, h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, 4 pi എന്ന് പറഞ്ഞാൽ 3.14. അപ്പൊ ഇവിടെ ഒരു വാല്യൂ കിട്ടും കേട്ടോ. വാല്യൂ നിങ്ങൾ എഴുതിയാലും കുഴപ്പമില്ല. h by 4 pi എന്ന് പറയുന്ന ഒരു വാല്യൂവിനെക്കാളും എപ്പോഴും കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും ഈ അൺസർട്ടനിറ്റി പൊസിഷനും മൊമെന്റത്തിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഈ അൺസർട്ടനിറ്റി ഇൻ പൊസിഷനും ഇവിടെ നോക്കി, ദ മിനിമം വാല്യൂ ഓഫ് പ്രോഡക്റ്റ് ഓഫ് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആൻഡ് മൊമെന്റം. അപ്പൊ ഈ അൺസർട്ടനിറ്റി പൊസിഷന്റെയും മൊമെന്റത്തിന്റെ പ്രോഡക്റ്റിന്റെ മിനിമം വാല്യൂ എന്തായിരിക്കും? ഈ റിലേഷൻ നമ്മൾ മനസ്സിലായി, h by 4 pi ഒന്നെങ്കിൽ h by 4 pi ആയിരിക്കും അല്ലെങ്കിൽ h by 4 pi യേക്കാളും കൂടുതലായിരിക്കത്തില്ലേ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി. അപ്പൊ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പിയുടെ മിനിമം വാല്യൂ എത്രയാണ്? എത്രയാ? h by 4 pi. ഇതാണ് ഒരു വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ h by 4 pi എഴുതിയില്ല, 6.626 × 10⁻34 ഇവിടെ കൊടുത്തു, 4 pi യുടെ വാല്യൂ കൊടുത്തു, ഒരു വാല്യൂ കണ്ടുപിടിച്ചാൽ അതും കറക്റ്റാ, എന്തുവാണോ എഴുതാം. ഓക്കെ, നമ്മൾ ഇത് പറയുന്ന ഇത്രേ ഉള്ളൂ. ഇതിന്റെ പ്രോഡക്റ്റ് എപ്പോഴും ഇതിനേക്കാളും കൂടുതലോ ഈക്വലോ ആയിരിക്കും. സോ മിനിമം വാല്യൂ h by 4 pi ആയിരിക്കും. അപ്പൊ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പഠിച്ചു വയ്ക്കും. ഞാൻ ജസ്റ്റ് ഇതാണ് അതിന്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ, അത് മാത്രമേ എക്സാമിന് ക്വസ്റ്റ്യന് ചോദിച്ചുള്ളൂ. ബട്ട് ഞാൻ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വരാം ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും കൂടെ പഠിച്ചു വയ്ക്കണം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 സിഗ്നിഫിക്കൻസ് ഉണ്ട്, പഠിച്ചു വയ്ക്കുക. പോകെ ക്വസ്റ്റ്യൻ വരും, ഞാൻ പറഞ്ഞു. ഇവിടെ നോക്കിയേ, മെൻഷൻ 2 ഒബ്സർവേഷൻസ് വിച്ച് could not be explained by wave nature of electromagnetic radiation. ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം രണ്ട് നേച്ചർ ഉണ്ട്, വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചർ. അതാണ് ഡ്യുവൽ ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ വേവ് നേച്ചർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രണ്ട് എഫക്റ്റ് ഏതൊക്കെയാണ്? ബ്ലാക്ക് ബോഡി റേഡിയേഷനും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും പഠിച്ചു വെക്കാം. ഓക്കെ, ബ്ലാക്ക് ബോഡി റേഡിയേഷനും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും നമുക്ക് വേവ് നേച്ചർ വെച്ച് എന്ത് ചെയ്യാൻ പറ്റൂല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല. പാർട്ടിക്കിൾ നേച്ചർ വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത കോണ്ടന്റ് നമ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തായിരുന്നു. അടുത്ത് ഇത് ഇമ്പോർട്ടന്റ് ആണ്. വേവ് നേച്ചർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് ബ്ലാക്ക് ബോഡി റേഡിയേഷനും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും.
then name content number which അത് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി നമ്മൾ എന്താ write two important result observed during photoelectric effect. ഇത് ഇമ്പോർട്ടന്റ് ആണ് photoelectric effect ന്റെ ഇമ്പോർട്ടന്റ് റിസൾട്ട്. ഇതിൽ ആൻസറിൽ എല്ലാം തന്നിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം എഴുതിയാൽ മതി, അതാണ് ക്വസ്റ്റ്യൻ. വേണം ജസ്റ്റ് ഒന്ന് വായിച്ചു കിട്ടോ. The electrons are ejected from metal surface as soon as beam of light. അല്ലേ, നമ്മളെ മെറ്റൽ സർഫസിൽ ലൈറ്റ് പതിച്ച ഉടനെ തന്നെ എന്ത് എജക്ട് ആയി തുടങ്ങും? ഇലക്ട്രോൺസ് എജക്ട് ആയി തുടങ്ങും. നെക്സ്റ്റ്, ഇലക്ട്രോൺസ് ആർ എജക്റ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഇന്റൻസിറ്റി ഓഫ് ബ്രൈറ്റ്നസ് ഓഫ് ലൈറ്റ്. എന്തുമാത്രം ഇന്റൻസിറ്റി പവറോട് കൂടിയാണ് ലൈറ്റ് ഒന്ന് പതിക്കുന്നത്, ആ എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ആ സർഫസിൽ നിന്ന് ഇജക്റ്റ് ആവും. അടുത്ത്, ഫോർ ഈച്ച് മെറ്റൽ there is a minimum frequency called threshold frequency. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു, പറഞ്ഞു തന്നു. ത്രെഷോൾഡ് ഫ്രീക്വൻസി ബിലോ ഇൻ വിച്ച് photoelectric activity is not observed. അല്ലെ, ഞാൻ എപ്പോഴും പറഞ്ഞു തന്നു, നമ്മളെ ന്യൂ എന്ന് പറഞ്ഞ ആരെക്കാളും നമ്മളെ ന്യൂ സീറോയെക്കാളും ന്യൂ എപ്പോഴും കൂടുതലായാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? photoelectric activity. ന്യൂ സീറോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല, ന്യൂ സീറോയെക്കാളും ന്യൂ കൂടുതലായാൽ മാത്രമേ photoelectric നടക്കൂ എന്ന് പറഞ്ഞാൽ ന്യൂ സീറോ ത്രെഷോൾഡ് ഫ്രീക്വൻസി, മെറ്റലിനുള്ള ഫ്രീക്വൻസിയെക്കാളും നമ്മൾ വന്ന് പതിക്കുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? photoelectric effect നടക്കുള്ളൂ. ലാസ്റ്റ് പോയിന്റ്, കൈനറ്റിക് എനർജി ഓഫ് വേറൊന്നുമില്ല, കൈനറ്റിക് എനർജി ഓഫ് ഡിജിറ്റൽ ഇലക്ട്രോൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ്, അല്ലേ, നമ്മൾ വന്ന് പതിക്കുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസിയാണ് ന്യൂ. ഈ ന്യൂവിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ആരെന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ. അവിടെ നിന്ന് റിമൂവ് ആവുന്ന ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറഞ്ഞാൽ വന്ന് പതിക്കുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ 4 ഒബ്സർവേഷനിൽ നന്നായിട്ട് പഠിച്ചിട്ട് പോകാട്ടോ, 4 ഒബ്സർവേഷനും. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല, ഡെറിവേഷൻ ആണ്, വലിയ ഇമ്പോർട്ടന്റ് അല്ല. അടുത്ത് ഇവിടെ നോക്കാം, ഹൗ മെനി ആംഗുലാർ നോഡ്സ് ആർ പ്രസന്റ് ഇൻ 5f ഓർബിറ്റൽ. വളരെ 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 ഇമ്പോർട്ടന്റ്. 3 നിങ്ങളുടെ കയ്യിൽ കാണും, എന്നാലും ഒന്നും കൂടെ ഒരു സബ് നോട്ട് പോലെ എഴുതിയിടുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷനോ ഒന്നും തന്നെ തരുന്നില്ല, 3 പോയിന്റ് ഇവിടെ കുറിച്ചിടുക. 3 പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക? കുറിച്ചിടുക. ഫസ്റ്റ് വൺ, ആംഗുലാർ നോഡ്. ആംഗുലാർ നോഡ്സ് എന്താ? നോഡ് എന്ന് പറഞ്ഞാൽ സ്പേസ് ഇൻ വിച്ച് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഇസ് 0. ഇലക്ട്രോണിനെ കാണപ്പെടാനുള്ള ചാൻസ് 0 ആയിട്ടുള്ള സ്ഥലങ്ങളെ പറയുന്ന പേരാണ് നോഡ്സ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. ആംഗുലാർ നോഡിന്റെ എണ്ണം L. ഓക്കെ, ഇനി റേഡിയൽ നോഡ്സിന്റെ എണ്ണം, റേഡിയൽ നോഡ്സിന്റെ എണ്ണം n-L-1. ടോട്ടൽ നോഡ്, ഈ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ആംഗുലർ നോഡ് റേഡിയൽ ആഡ് ചെയ്യുമ്പോൾ എല്ലും ക്യാൻസൽ ആയി പോകും, n-1. ഈ 3 പഠിച്ചേക്കാം. ഏത് വേണം ചോദിക്കുക. ടോട്ടൽ നോഡ് ചോദിച്ചാൽ n-1 എന്ന് എഴുതുക, ആംഗുലർ നോഡ് എന്ന് ചോദിച്ചാൽ L എന്ന് എഴുതുക, റേഡിയൽ നോഡ് എന്ന് പറഞ്ഞാൽ n-L-1 എഴുതുക. എല്ലാം എനിക്കിപ്പോ പറഞ്ഞ. അപ്പൊ 5f എന്ന് പറയുന്ന ഓർബിറ്റലിന്റെ ഫസ്റ്റ് ആംഗുലർ നോഡ് എന്താണ്ടാ? പറ, ആംഗുലർ നോഡ് എത്ര 5f-ന്റെ? നമുക്കറിയാം, പഠിപ്പിച്ചു ഞാൻ, SPDF. L വാല്യൂ പറ, S-ന്റെ 0, P-യുടെ 1, D-യുടെ 2, F-ന്റെ 3 അല്ലേ? 0 മുതലല്ലേ L വാല്യൂ അസീമത്തിൽ കോണ്ടന്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആംഗുലർ നോഡ്സ് എന്ന് പറഞ്ഞാൽ L വാല്യൂ ആണ്. അപ്പൊ 5f, F-ന്റെ L വാല്യൂ എത്ര? അപ്പൊ ആംഗുലർ നോഡ് എത്ര 5f-ല്? എത്രയാണ്ടാ? 3. റേഡിയൽ നോഡ് എത്ര? കാരണം 5f-ന്റെ n എത്രയടാ? L 3 ആണെന്ന് മനസ്സിലായി. n എത്ര? 5f. n എത്ര? 5. അപ്പൊ ആ 5 മൈനസ് L-1 എന്ന് പറഞ്ഞെടുക്കുക കേട്ടോ. അപ്പൊ എന്താ 5 മൈനസ്, അപ്പൊ എത്ര വരും? ഇവിടെ 5 മൈനസ് L 3 മൈനസ് 1. സോ 1 എന്ന് വരും അല്ലേ? സംശയം ഉണ്ടോ? അപ്പൊ റേഡിയൽ നോഡ് 1 എന്ന് കിട്ടും. അപ്പൊ ടോട്ടൽ നോഡോ? ഒന്നുകിൽ ഈ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ഫോർമുല n-1, 5 - 1, 4 എന്ന് കിട്ടും. ആർക്കും ഡൗട്ട് ഉണ്ടോ? ടോട്ടൽ നോഡ് എത്ര? ടോട്ടൽ നോഡ് 4. ക്ലിയർ? അപ്പൊ ഈ 3 ഫോർമുല എപ്പോഴും പഠിച്ചു വെക്കുക കേട്ടോ. ഇതിൽ ആംഗുലർ നോഡ് ഒരു വർഷം ചോദിച്ചു, ചിലപ്പോൾ ഈ വർഷം റേഡിയൽ നോഡ് ആയിരിക്കും, ചിലപ്പോൾ ടോട്ടൽ നോഡ്സ് എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നത്. സോ ഈ സാധനം ഒന്ന് എന്ത് ചെയ്യുക, ബോക്സിൽ നോട്ട് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത പോസ്റ്റ്ലേറ്റ്സ് ആണ്. തിയറി ഒന്നും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പോർട്ടിംഗിൽ കയറുന്നില്ല. എന്താണ് ബോർ മോഡൽ? നന്നായിട്ട് പഠിച്ചിട്ട് പോണേ. ബോർ മോഡലിന്റെ എല്ലാ പോസ്റ്റ്ലേറ്റ്സും നോക്കിയിട്ട് പോകട്ടോ.
വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകിൽ റുദർഫോർഡ് അല്ലെങ്കിൽ ബോർ മോഡൽ, ഏതെങ്കിലും ഒരെണ്ണം 100% ക്വസ്റ്റ്യനിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. ഒന്നുകിൽ റുദർഫോർഡിന്റെ പോസ്റ്റുലേറ്റ്സും കാര്യങ്ങളൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ബോർ മോഡലിന്റെ പോസ്റ്റുലേറ്റ്സും ബാക്കി കാര്യങ്ങളും ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്തായാലും പ്രിപ്പയർ ആയി പോവുക, ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഞാൻ ഇത് നമുക്ക് ഫോക്കസ് പോയിന്റിലുള്ള ബേസ്ഡ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ, ഇല്ലാത്തത് ഞാൻ അങ്ങ് ഒഴിവാക്കി കളയാണ്. അറ്റോമിക് നമ്പർ 24ന്റെയും 29ന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചു വെക്കുക. 10ാം ക്ലാസ് മുതലേ പഠിക്കുന്നതന്നെ, +1ലും അറിയാം. ഞാൻ വീണ്ടും എടുക്കുന്നില്ല, ഉറപ്പായിട്ട് എക്സാമിന് ഒരെണ്ണം ചോദിക്കും എല്ലാ വർഷവും കേട്ടോ, പഠിച്ചു വെക്കണേ. ഹൈസൻബർഗ് give the mathematical representation of Heisenberg uncertainty principle and its one of significance. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ സിഗ്നിഫിക്കൻസ് വേണമെങ്കിൽ ഞാനിപ്പം പറഞ്ഞുതരാം. ഓക്കെ, കാരണം അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ മിക്കവാറും മറന്നതാണ്. എന്നാലും ഞാനൊന്ന് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ സിഗ്നിഫിക്കൻസ് ഒന്നും കൂടെ പറഞ്ഞുതരാം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത്. നോക്കുക, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എല്ലാവർക്കും അറിയാം, അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഞാൻ പറഞ്ഞുതരാം. Significance of uncertainty principle എക്സാമിന് ചോദിക്കും കേട്ടോ, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. Uncertainty principle and first significance ആണ്, it rules out existence of, important ആണ്, existence of, it rules out existence of definite path or trajectory എന്ന് പറഞ്ഞ പാത്ത് തന്നെയാണ് കേട്ടോ, trajectories of electrons and other similar particles. ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പലിന്റെ ഏറ്റവും ഫസ്റ്റ് സിഗ്നിഫിക്കൻസ് തന്നെ, ഇറ്റ് റൂൾസ് ഔട്ട് ദി എക്സിസ്റ്റൻസ് ഓഫ് ഡെഫിനിറ്റ് പാത്ത് ഓഫ് ഇലക്ട്രോൺ. അങ്ങനെ പറഞ്ഞാലും മതി. നമ്മളെ ഇലക്ട്രോണിന്റെ ഡെഫിനിറ്റ് പാത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ എന്ത് ചെയ്തു, റൂൾ ഔട്ട് ചെയ്തു. റൂൾ ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവനെ പുറത്താക്കി എന്നൊരു മീനിങ് അല്ല. പിന്നെ എന്താണ് അവിടെ മീൻ ചെയ്യുന്നത്, നമുക്കറിയാം ഇലക്ട്രോൺസിന്റെ ഒരു ഡെഫിനിറ്റ്, നമ്മൾ ഇത് തന്നെയാണ് നമ്മളെ ആരാ ബോർ മോഡൽ ആയിട്ടുള്ള കോൺട്രാഡിക്ഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ അടുത്ത് പറഞ്ഞുതരാം. ഓക്കെ, ഹൈസൻബർഗ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഹൈസൻബർഗ് എന്താ പറയുന്നത്, നമുക്ക് ഒരു ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ മൈക്രോസ്കോപ്പ്, ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ആയിട്ടുള്ള ഇലക്ട്രോണിനെ പോലുള്ള പാർട്ടിക്കിളിന്റെ മൊമെന്റവും പൊസിഷനും, അല്ലെങ്കിൽ വെലോസിറ്റിയും പൊസിഷനും, അതിന്റെ സ്പീഡും പൊസിഷനും ഒരുമിച്ച് പറയാൻ പറ്റൂല. നമുക്ക് എപ്പോഴും ഒരാളുടെ പാത്ത്, ഒരാൾ ഏത് പാത്തിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അയാളുടെ മൊമെന്റവും പൊസിഷനും ഒരുമിച്ച് പറഞ്ഞാൽ മാത്രമേ അയാളുടെ പാത്ത് നമുക്ക് അറിയാൻ പറ്റും. അയാളുടെ മൂവിങ് പാത്ത് ഏത് പാത്തിൽ കൂടെയാണ്, സർക്കുലർ ആണോ അല്ലെങ്കിൽ സ്പൈറൽ ആണോ, ഏത് പാത്തിൽ കൂടെയാണ് അയാൾ മൂവ് ചെയ്യുന്നത് എന്ന് പറയണമെങ്കിൽ അവരുടെ എന്തറിഞ്ഞിരിക്കണം, എപ്പോഴും നമ്മൾ മൊമെന്റോ പൊസിഷനോ ഒരുമിച്ച് അറിഞ്ഞാൽ മാത്രമേ നമുക്ക്, നമ്മൾ പറയത്തില്ലേ ഇന്ന ടൈമിൽ അല്ലെങ്കിൽ ഇന്ന സ്പീഡിൽ അവൻ ഇന്ന പൊസിഷനിലാണ്, ഇന്ന സ്പീഡിൽ ഇന്ന പൊസിഷനിലാണെന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് അവന്റെ പാത്ത് വരയ്ക്കാൻ പറ്റൂ, പാത്ത് അറിയാൻ പറ്റൂ. സോ ഹൈസൻബർഗ് പറയുന്നത് രണ്ടും ഒരുമിച്ച് അറിയാൻ പറ്റാത്തത് കൊണ്ട് എന്ത് പറയാൻ പറ്റൂല, നമുക്ക് ഇലക്ട്രോൺസ് പോലുള്ള ചെറിയ പാർട്ടിക്കിളിന്റെ പാത്ത് പറയാൻ പറ്റൂല. സോ അവരുടെ പാത്ത്, ഡെഫിനിറ്റ് പാത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ തന്നെ റൂൾ ഔട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡെഫിനിറ്റ് പാത്ത് ഇല്ല എന്നാര് പറയുന്നത്, ഹൈസൻബർഗ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് പഠിച്ചു വെക്കാം എക്സാം കേട്ടോ. അടുത്ത് വേറെ ഒന്നുമില്ല, ഇറ്റ് ഈസ് സിഗ്നിഫിക്കന്റ് ഓൺലി ഇൻ മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈസൻബർഗിന്റെ കോൺസെപ്റ്റ് ആർക്ക് മാത്രമേ പറയുന്നുള്ളൂ, വളരെ നമ്മളിപ്പോ ഒരു ബോളൊക്കെ എടുത്ത്, ഒരു ബോളിന്റെ അടുത്ത് നമ്മൾ എറിയാണ്, ബോളൊക്കെ എന്നതിൽ വലുതാണ്. അപ്പൊ ബോളിന്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൊസിഷനും വെലോസിറ്റി ഒക്കെ ഒറ്റ ടൈമിൽ തന്നെ പറയാൻ പറ്റും. അപ്പം ഹൈസൻബർഗ് പറയുന്നത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിന് മാത്രമാണ്, ചെറിയ പാർട്ടിക്കിളിന് മാത്രമാണ്, വലിയ പാർട്ടിക്കിളിന് ഈ കോൺസെപ്റ്റ് ഇല്ല. ഓക്കെ, അടുത്ത്
രണ്ടുമാണ് മെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടോ. ഇനിയുണ്ട് ഈ രണ്ട് പോയിന്റ് മെയിൻ ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് മില്ലിഗ്രാം സൈസ് ഓഫ് ഹെവി ഒബ്ജക്ട് ആൻഡ് അസോസിയേറ്റ് വിത്ത് അൺസർട്ടനിറ്റി കാർഡിൽ, അതൊന്നും വേണ്ട. ഈ രണ്ട് പോയിന്റ് എന്ത് ചെയ്യുക, മെയിൻ ആയിട്ട് പഠിച്ചു വെക്കുക. അൺസർട്ടനിറ്റി പ്രിൻസിപ്പലിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിന്റ് എന്ത് ചെയ്യുക, മെയിൻ ആയിട്ട് പഠിച്ചു വെക്കുക. ഇറ്റ് റൂൾസ് ഔട്ട് ദി എക്സിസ്റ്റൻസ് ഓഫ് ഏതാണ്, പാത്ത് ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ലൈക്ക് ഇലക്ട്രോൺസ് പോലുള്ള ഒബ്ജക്റ്റിന്റെ പാത്തിന് എന്ത് ചെയ്യും, ഡെഫിനിറ്റ് പാത്ത് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ റൂൾ ഔട്ട് ചെയ്തു. ദെൻ ഇറ്റ് ഈസ് ഓൺലി ഡീൽ വിത്ത് ഏതാണ്, സിഗ്നിഫിക്കൻസ് ഇൻ ദ കേസ് ഓഫ് മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റ്. ചെറിയ ആൾക്കാരുടെ കേസിൽ മാത്രമേ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളൂ. ഈ രണ്ട് പോയിന്റ് മെയിൻ ആയിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിന്റ് എന്ത് ചെയ്യുക, മെയിൻ ആയിട്ട് പഠിച്ചു വെക്കാം. ബാക്കി ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അപ്പം ഇവിടെ ചോദിച്ചതും ആ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, എന്താണ്, give the mathematical representation of height. അത് നിങ്ങൾക്ക് അറിയാം, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രാറ്റർ ദാൻ ഈക്വൽ ടു എച്ച് ബൈ 4π ആൻഡ് വൺ ഓഫ് ഇറ്റ് സിഗ്നിഫിക്കൻസ്. ഒരു സിഗ്നിഫിക്കൻസ് പറയാനാണ് ഞാൻ രണ്ട് സിഗ്നിഫിക്കൻസ് പറഞ്ഞു തന്നു, പഠിച്ചു വെക്കുക കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് കണ്ടോ, ഗീവ് ദ മെയിൻ പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ മോഡൽ. ബോർ മോഡലിന്റെ പോസ്റ്റുലേറ്റ്സ് പറയാം. അടുത്ത് കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് ഫസ്റ്റ് ലൈൻ ഇൻ ലൈമാൻ സീരീസ്. ഇതാണ് ഞാൻ നോക്കിയിരുന്ന ക്വസ്റ്റ്യൻ. നമുക്ക് ഞാനൊന്ന് ഹൈഡ്രജൻ സ്പെക്ട്രം ജസ്റ്റ് ഒന്ന് വീണ്ടും പറഞ്ഞുതരാൻ പോവുകയാണ്. മെയിൻ പ്രോബ്ലത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഹൈഡ്രജൻ സ്പെക്ട്രം പറഞ്ഞുതരാൻ പോവുകയാണ്. ഓക്കെ, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരുന്നു. പ്രോബ്ലത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഹൈഡ്രജൻ സ്പെക്ട്രം കേട്ടോ. നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ വരച്ച് എല്ലാം പറഞ്ഞുതരാം കേട്ടോ. വേറെ ഒന്നുമില്ല, ഇത് എനർജി കേട്ടോ. എനർജിയുടെ ഒരു ഇൻക്രീസിങ് ഓർഡർ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ ഷെല്ലുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു വിചാരിക്കാം. അതൊന്ന് n equal to 1, n equal to 2, വരെ ഇരിക്കട്ടെ. ഓക്കെ, series of lines. കുറച്ച് സ്പീഡിൽ പെട്ടെന്ന് വരച്ചാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഇനി എന്താണ് ഓരോ സീരീസ് ഓഫ് ലൈൻസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ഹൈഡ്രജൻ സപ്പോസ് എന്താണ് ഈ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു, വേറെ ഒന്നുമില്ല കുട്ടികളെ. നമുക്ക് ഹൈഡ്രജൻ്റെ അകത്ത് നിങ്ങൾക്കറിയാം ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഇലക്ട്രോണിന് എനർജി കിട്ടിയാൽ ഇലക്ട്രോണ് തൊട്ടടുത്ത സ്റ്റേറ്റിലോട്ട് ജമ്പ് ചെയ്യും. നമുക്ക് തന്നെ നമ്മളിപ്പോൾ ഒരു പടിയിൽ നിൽക്കുകയാണ്, നമുക്ക് നല്ല എനർജി ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത പടിയിലോട്ട് കയറും. നമ്മളുടെ എനർജി കുറഞ്ഞാൽ അവരെന്ത് ചെയ്യും, നേരെ കയറിയതുപോലെ തിരിച്ചു വരും. ഇതാണ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇലക്ട്രോൺസിന് എനർജി കിട്ടിയാൽ ഇവിടെ ഇരിക്കുന്ന ഒരു ഇലക്ട്രോണിന് ഫസ്റ്റ് ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ എനർജി കിട്ടിയാൽ തൊട്ടടുത്ത ഓർബിറ്റിലോട്ട് ചാടും. അവിടെ നിന്ന് എനർജി ലോസ് ആയാലോ വീണ്ടും ഫസ്റ്റ് ഓർബിറ്റിൽ വരും. ഇതാണ് നമ്മൾ അൾട്ടിമേറ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇത് മുതൽ ഇത് n ആയിട്ട് എടുക്കുക കേട്ടോ. ഇത് n equal to 1 എന്ന് എടുത്തത്. അപ്പോൾ ഇത് 2 ആകും, ഇത് 3 ആകും, ഇത് 4 ആകും, ഇത് 5 ആകും, ഇത് 6 ആകും, ഇങ്ങനെ എടുത്തു. ഓക്കെ, സപ്പോസ് ആദ്യത്തെ ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ എനർജി കിട്ടി സെക്കൻഡ് ഓർബിറ്റിൽ പോയി, അവിടെ നിന്ന് എനർജി നഷ്ടമായാലോ സെക്കൻഡിൽ നിന്ന് താഴോട്ട് വരത്തില്ലേ? മനസ്സിലായോ? സപ്പോസ് ഈ ഒന്നാമത്തെ ഓർബിറ്റിൽ തന്നെ ഇരിക്കുന്ന ഇലക്ട്രോണ് നേരെ പോയത് മൂന്നാമത്തെ ഓർബിറ്റിലായിരുന്നു, അവിടെ നിന്നാണ് അവൻ എനർജി നഷ്ടമായത് എങ്കിൽ വീണ്ടും അവൻ നേരെ ഒന്ന് എവിടെ ചാടൂടാ, ഒന്നിൽ വന്ന് പതിക്കത്തില്ലേ? സപ്പോസ് ഈ ഒന്നാമത്തെ ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് എനർജി കിട്ടിയപ്പോൾ ജമ്പ് ചെയ്ത് നാലാമത്തെ ഓർബിറ്റലിൽ പോയി, അവിടെ നിന്നാണ് അവൻ എനർജിക്ക് നഷ്ടം ഉണ്ടായത്. അപ്പോഴും അവൻ എന്ത് ചെയ്യും, അവിടെ നിന്ന് വന്ന് വീഴുന്നത് എങ്ങോട്ടായിരിക്കും, ഒന്നാമത്തെ ഓർബിറ്റിലോട്ടായിരിക്കും. മനസ്സിലായോ? ഇനി സപ്പോസ് ഈ ഒന്നാമത്തെ ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് എനർജി കിട്ടി, അവൻ നേരെ അഞ്ചാമത്തെ ഓർബിറ്റിലോട്ട് പോയി,
അവിടുന്ന് അവന് എനർജി നഷ്ടമായി. എനർജി ലോസ് ആകുമ്പോൾ അവൻ നേരെ ഇവിടെ വന്ന് വീഴൂടാ, ഒന്നാമത്തെ ഓർബിറ്റിൽ വന്ന് വീഴും. മനസ്സിലായോ? ഇവിടെ കിട്ടിയോടെ? ഇങ്ങനെ കുറെ സീരീസ് ഓഫ് ലൈൻസ് കിട്ടിയില്ലേ? ഈ സീരീസ് ഓഫ് ലൈൻസ് ചേരുമ്പോഴാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ സ്പെക്ട്രം എന്ന് പറയുന്നത് കേട്ടോ. ഈ സ്പെക്ട്രത്തിന്റെ പ്രത്യേകത എന്താണ്? ഏത് ഓർബിറ്റിൽ നിന്നും എനർജി ലോസ് ആയാലും ആ ഇലക്ട്രോൺ നേരെ വന്ന് വീഴുന്നത് ഏത് ഓർബിറ്റിലായിരിക്കൂടാ? എത്രാമത്തെ ഓർബിറ്റിലാണ് വന്ന് വീഴുന്നത്? എത്രാമത്തെയാ പറഞ്ഞേ? ഒന്നാമത്തെ. സോ ഈ ടൈപ്പ് സീരീസ് ഓഫ് സ്പെക്ട്രത്തിനെ പറയുന്ന പേരാണ് ലൈമാൻ സീരീസ്. ഈ സീരീസിനെ പറയുന്ന പേരാണ് ലൈമാൻ സീരീസ്. ക്ലിയർ? ഇനി അടുത്തൊരു കേസ് ഉണ്ട്. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്ന രണ്ടാമത്തെ ഓർബിറ്റിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത്, സെക്കൻഡ് ഓർബിറ്റില്ല. അപ്പൊ ആദ്യം അവൻ എനർജി കിട്ടുമ്പോൾ അവൻ മൂന്നാമത്തെ ഓർബിറ്റിലായിരിക്കും പോകുന്നത്. മൂന്നാമത്തെ ഓർബിറ്റിൽ പോയി എനർജി നഷ്ടമായി തിരിച്ചവയുടെ തന്നെ വീഴും, രണ്ടിൽ തന്നെ വീഴും. സപ്പോസ് രണ്ടാമത്തെ ഓർബിറ്റിലിരിക്കുന്ന ഇലക്ട്രോൺസ് നേരെ എങ്ങോട്ട് ചാടും? നാലാമത്തെ ഓർബിറ്റിൽ വരെ പോകും. എനർജി കിട്ടി. 4ൽ ഇരുന്നിട്ട് അവൻ എനർജി നഷ്ടമാകും. അപ്പൊ അവൻ നേരെ എങ്ങോട്ട് വന്ന് വീഴും? രണ്ടാമത്തെ ഓർബിറ്റിൽ. ചിലപ്പം ഇലക്ട്രോൺ 5ാമത്തെ ഓർബിറ്റിൽ വരെ പോയിട്ട് അവിടെ നിന്ന് എനർജി ലോസ് ചെയ്ത് വന്ന് വീഴുന്നത് എങ്ങോട്ടായിരിക്കും? രണ്ടാമത്തെ ഓർബിറ്റിലായിരിക്കും വന്ന് വീഴുന്നത്. ചിലപ്പോൾ 6ാമത്തെ ഓർബിറ്റിൽ നിന്ന് ഇലക്ട്രോൺസ് വന്ന് വീഴുന്നത് ഏത് ഓർബിറ്റിലായിരിക്കും? രണ്ടാമത്തെ ഓർബിറ്റിൽ. അപ്പൊ രണ്ടാമത്തെ ഓർബിറ്റലിലാണ് ഇലക്ട്രോൺസ് വന്ന് വീഴുന്നോണ്ടിരിക്കുന്നുവെങ്കിൽ ആ സീരീസ് ഓഫ് ലൈൻസ് അല്ലെങ്കിൽ ആ ഒരു സ്പെക്ട്രത്തിനെ അല്ലെങ്കിൽ ആ ഒരു റീജിയനെ വിളിക്കുന്ന പേരാണ് ഏത് സീരീസ്? ഇതിനെ വിളിക്കുന്ന പേരാണ് ബാമർ സീരീസ്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ അവിടെ? മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ലൈമാന് ബാമർ മനസ്സിലായി. അപ്പൊ അടുത്തത് നിങ്ങൾക്ക് ഇപ്പൊ കോൺസെപ്റ്റ് മനസ്സിലായി കാണും. ഏത് ഓർബിറ്റിൽ പോയാലും മൂന്നാമത്തെ ഓർബിറ്റിലാണ് ഇലക്ട്രോൺസ് വന്ന് വീഴുന്നതെങ്കിൽ, ഓക്കെ, 3ലിരിക്കുന്ന ഇലക്ട്രോൺ നേരെ 4 ജമ്പായി ഇലക്ട്രോണിന് എനർജി നഷ്ടമായി വീണ്ടും 3ൽ വന്ന് വീഴുന്നു. ഓക്കെ, ചിലപ്പോൾ 6ൽ നിന്നായിരിക്കും 3ൽ വന്ന് വീഴുന്നത്. 6ൽ നിന്നായിരിക്കും എവിടെ വന്ന് വീഴുന്നത്? മൂന്നാമത്തെ ഓർബിറ്റിൽ വന്ന് വീഴുന്നത് എവിടെ നിന്നായിരിക്കാം? 6ൽ നിന്നായിരിക്കാം. മനസ്സിലായോ? ചിലപ്പോൾ 6നേക്കാളും തൊട്ട് മുകളിലുള്ള വേറൊന്ന് 7ൽ നിന്നായിരിക്കും ഇലക്ട്രോൺസ് വന്ന് വീഴുന്നത്. അങ്ങനെ എവിടെ നിന്നാണോ വന്ന് വീഴാൻ കേട്ടോ. അപ് ടു ഇൻഫിനിറ്റി വരെയാണ് കേട്ടോ. ഞാൻ ഇവിടെ 6 വരെ വരച്ചോളൂ. ഇങ്ങോട്ട് എന്തുണ്ട്? ഇങ്ങോട്ടും ലൈൻസ് ഓഫ് സ്പെക്ട്രം ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരുപാട് ലൈൻസ് ഓഫ് സ്പെക്ട്രം ഉണ്ട്. എല്ലാം വരച്ചാൽ പറ്റൂല. ഓക്കെ, അപ്പൊ അങ്ങനെ കിട്ടിയ ആ സീരീസ്. അപ്പൊ ഈ സീരീസിനെ പറയുന്ന പേരാണ് ആ സീരീസ്. ഇതാണ് പാഷൻ സീരീസ് എന്ന് പറയും കേട്ടോ. നിങ്ങൾ എങ്ങനെ വേണം പ്രൊനൗൺസ് ചെയ്യുക കേട്ടോ. PASCHEN, പാഷൻ സീരീസ്. അപ്പൊ അടുത്ത സീരീസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എങ്ങനെയായിരിക്കും അടുത്ത സീരീസ് എന്ന് പറഞ്ഞാൽ? എവിടെ നിന്നായാലും ഇലക്ട്രോൺസ് വന്ന് വീഴുന്നത് എങ്ങോട്ടായിരിക്കും? 4ാമത്തെ ഓർബിറ്റിലായിരിക്കും. അത് 6ൽ നിന്നായാലും 4ാമത്തെ ഓർബിറ്റിൽ. എവിടെ നിന്നായാലും ഇലക്ട്രോൺസിന് ഡി എക്സൈറ്റേഷൻ സംഭവിക്കും. എനർജി നഷ്ടമാകുമ്പോൾ ഏത് ഓർബിറ്റിൽ വന്ന് വീഴും? 4ാമത്തെ ഓർബിറ്റിലാണ് വന്ന് വീഴുന്നതെങ്കിൽ അങ്ങനെയുള്ള സീരീസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രാക്കറ്റ് സീരീസ് എന്ന് വിളിക്കും. അങ്ങനെയുള്ള സീരീസ് ഓഫ് ലൈൻസിനെ വിളിക്കുന്ന പേരാണ് ബ്രാക്കറ്റ് സീരീസ്. ഇനി ഇലക്ട്രോൺസ് എന്താണ് ഏത് റീജിയനിൽ വന്ന് വീഴുമ്പോൾ പറഞ്ഞേ? ഏത് റീജിയനാ? 5ാമത്തെ റീജിയനിലാണ് വന്ന് വീഴുന്നതെങ്കിൽ അങ്ങനെയുള്ള സീരീസ് ഓഫ് ലൈൻസിനെ പറയുന്ന പേരാണ് എവിടെ നിന്നാലും ഡി എക്സ് സംഭവിക്കുമ്പോൾ 5ാമത്തേലാണ് വന്ന് വീഴുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്നെന്ന് പറയാം? ഫണ്ട് സീരീസ് എന്ന് പറയാം. ഫണ്ട്, PFUND. ഇതാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ സീരീസ് ഓഫ് ലൈൻസ് എന്ന് പറയുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. നമ്മൾ ഫണ്ട് വരെ പറഞ്ഞു നടത്തുന്നേ ഉള്ളൂ. ക്ലിയർ? മനസ്സിലായോ? എപ്പോഴും 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഇവിടെ നോക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ഓർഡർ പഠിച്ചു വെക്കുക. അപ്പൊ ആദ്യത്തെ സീരീസ് ഏതാണ്? ഫസ്റ്റ് സീരീസ് ഏതാണ്? ആരാ ഫസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞ? ലൈമാൻ എന്ന് പറഞ്ഞാൽ അത് UV റീജിയനിലുള്ളതാ, അൾട്രാ വയലറ്റ് റീജിയനാ. ലൈമാൻ സീരീസ് വരുന്നത് അൾട്രാ വയലറ്റ് റീജിയനിലാണ്. നമ്മളെ സ്പെക്ട്രം ഓഫ് ലൈൻസിലെ അൾട്രാ വയലറ്റിലാണ്, UV റീജിയനിലാണ് ഏത് വരുന്നത്? ലൈമാൻ സീരീസ്. ബാമർ സീരീസ് എന്ന് പറഞ്ഞാൽ വിസിബിൾ റീജിയനിലാണ് ഏത് വരുന്ന? ബാമർ സീരീസ്. ബാക്കിയുള്ള എല്ലാ സീരീസും വരുന്നത് ഇൻഫ്രാറെഡ് റീജിയനിലാണ്. അടിച്ചു വെക്കുക കേട്ടോ. നമ്മള് ലൈറ്റിന്റെ ഫ്രീക്വൻസി ബേസ് ചെയ്ത് കുറെ അതിന്റെ ഫ്രീക്വൻസി ബേസ് ചെയ്ത് ലൈറ്റിന്റെ പല സീരീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ലൈമാൻ സീരീസ് ഓഫ് ലൈൻസ് വരുന്നത് അൾട്രാ വയലറ്റ് റീജിയനിലാണ്. ബാമർ ആണ് വിസിബിൾ, ബാക്കിയെല്ലാം ഇൻഫ്രാറെഡ്. പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ
വിസിബിൾ റീജിയനിൽ വരുന്ന സീരീസ് ഓഫ് ലൈൻസ് ഏതാണ് വിസിബിൾ റീജിയനിൽ വരുന്ന ഏതാണ് ബാമർ. പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഓരോ സീരീസും നിങ്ങളത് ചോദിക്കാം. നമ്മള് ഇലക്ട്രോൺസ് വന്ന് വീഴുന്നോണ്ടിരിക്കുന്ന ലൈൻ ഉണ്ടല്ലോടാ, അതിനെ പറയുന്ന പേരാണ് N1. ചില ആൾക്കാർ N ഇനിഷ്യൽ എന്നും പറയാറുണ്ട്. Ni തെറ്റില്ല. ഇലക്ട്രോൺസ് എവിടെ നിന്നാണ് വന്നു വീഴുന്നത് അതാണ് N2. ചില ആൾക്കാർ N ഫൈനൽ NF എന്നും പറയാറുണ്ട്. ഇതാണ് ഇതിന്റെ നൊട്ടേഷൻ. ഞാൻ N1 N2 വിട്ട് പറയാം. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ലാൻഡ്മാനിലെ N1 എന്ന് പറഞ്ഞാൽ ഏതാണ്? ലാൻഡ്മാനിലെ N1 N2. ലാൻഡ്മാനിലെ N1 ആരാണ്ടാ? എല്ലാ സീരീസും എങ്ങോട്ടാ വന്ന് വീഴുന്നത്? ഒന്നാമത്തെ ഓർബിറ്റലല്ലേ. സോ ഏതാണ്? 1. N2 ഏതാണ്ടാ? 2 ആകാം, 3 ആകാം, 4 ആകാം, അങ്ങനെ പോയിക്കൊണ്ടിരിക്കത്തില്ലേ? 2 ആകാം, 3 ആകാം, 4 ആകാം, അങ്ങനെ പോകും. സംശയമുണ്ടോ? ഡൗട്ട് ഉണ്ടോ? അവിടെ ക്ലിയർ അല്ലേ? അതേപോലെ അടുത്ത സീരീസ് ബാമറിന്റെ N1 ഏതാണ്? പറ. എല്ലാ ഇലക്ട്രോൺസും ഏതിലാണ് വന്ന് വീഴുന്നത്? N1 ഏതാ? ബാമർ സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് മുതലാ? ഏതാ? 2. N2 എന്ന് പറഞ്ഞാലോ ഏതിന്നാ വന്ന് വീഴുന്നത്? N2 എന്ന് പറഞ്ഞ ഏതാ? 3 മുതൽ അങ്ങോട്ട് പോവല്ലേ? സംശയം ഉണ്ടാർക്കെങ്കിലും? ഡൗട്ട് ഉണ്ടോ? ഇമ്പോർട്ടന്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നത് ഒരു പ്രോബ്ലത്തിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണ്. ഞാൻ പഠിപ്പിച്ചിരുന്ന സമയത്ത് ഈ പ്രോബ്ലം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, മറന്നതാണ്. ഒന്നും കൂടെ. അപ്പൊ പാഷൻ എന്ന് പറയുമ്പോൾ N1 3ഉം ബാക്കി 4 5 6 അങ്ങനെ പോകും. ബ്രാക്കറ്റ് എന്ന് പറയുമ്പോൾ ഇത് 4ഉം. ഇത് മനസ്സിലാക്കി പഠിച്ചാൽ ഭയങ്കര ഈസിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഫിഗർ വരച്ചു തന്നത്. അല്ലെങ്കിൽ ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഫണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ അഞ്ചാമത്തെ ഓർബിറ്റിലായിരിക്കും വന്ന് വീഴുന്നോണ്ടിരിക്കുന്നത്. ഏത് മുതൽ? 60 വരാം, 70 വരാം, 80 വരാം, അങ്ങനെ ഏത് ഓർബിറ്റിൽ നിന്ന് വേണോ അഞ്ചാമത്തെ ഓർബിറ്റിലായിരിക്കും എനർജി നഷ്ടമായി വന്ന് വീഴുന്നോണ്ടിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? എന്റെ ക്വസ്റ്റ്യൻ. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. നമ്മളുടെ ഈ ലൈൻ ഉണ്ടല്ലോ, ഇതാണ് ഈ ലൈനാണ് ലൈൻമാനിലെ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ. ഈ ലൈനാണ് ലൈൻമാനിലെ സെക്കൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ. ഇതാണ് ലൈൻമാനിലെ തേർഡ് ലൈൻ എന്ന് പറഞ്ഞാൽ. ഇതാണ് ലൈൻമാനിലെ ഫോർത്ത് ലൈൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, ലൈൻമാനിലെ ശ്രദ്ധിച്ചേക്കാം, ലൈൻമാൻ സീരീസിലെ 4ാമത്തെ ലൈനിന്റെ N1 എത്ര? ലൈൻമാൻ സീരീസിലെ 4ാമത്തെ ലൈനിന്റെ N1 എത്ര? എത്രയുണ്ട്? ലൈൻമാനിലെ 4ാമത്തെ ലൈനിന്റെ N1 എത്ര? ലൈൻമാനിലെ 4ാമത്തെ ലൈനിലെ N1 എത്ര? 1. N1 മാറ്റമില്ല, 1 തന്നെയാണ്. N2 എത്ര? 4ാമത്തെ ലൈനാ. N2 എത്ര? ഏതിന്നാന്ന് വീഴുന്നത്? N2 എത്ര? 5. ക്ലിയർ? മനസ്സിലായോ? അപ്പൊ ലൈൻമാനിലെ ഫോർത്ത് ലൈനിലെ N1 1 തന്നെ. N1 ചേഞ്ച് വരത്തില്ല. ബട്ട് N2 5 ആകും. എങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ, ലൈൻമാനിലെ 10ാമത്തെ ലൈനിന്റെ N1 എത്ര തന്നെയാണ്? ലൈൻമാൻ 1 തന്നെയാണ്. N2 എത്ര? ലൈൻമാനിലെ 10th ലൈനിന്റെ. ഞാനിവിടെ 4 വരച്ചിട്ടുണ്ട്. ഒരുപാട് ഇൻഫിനിറ്റി ഓഫ് ലൈൻസ് ഉണ്ട്, ഇനി ലൈൻസ് ഉണ്ട്. അതിലെ 10ാമത്തെ ലൈനിന്റെ N2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എത്ര? 11. കോൺസെപ്റ്റ് പഠിച്ചു വെക്കുക. എത്രയായിരിക്കും? 11. ക്ലിയർ? മനസ്സിലായോ? ഇനി അടുത്ത് ബാമർ നോക്കാം. നോക്കി, ഇതാണ് ബാമറിന്റെ ഫസ്റ്റ് ലൈൻ, ബാമറിന്റെ സെക്കൻഡ് ലൈൻ, ബാമറിന്റെ തേർഡ് ലൈൻ. നോക്കിയേ, ബാമറിന്റെ ഫസ്റ്റ് ലൈനിന്റെ N1 എത്ര? ബാമറിന്റെ ഫസ്റ്റ് ലൈനിന്റെ N1 എത്ര? 2. N2 എത്ര? എത്ര? 3 അല്ലേ? ഇനി ബാമറിന്റെ സെക്കൻഡ് ലൈനിന്റെ N1 എത്ര? 2. N2 എത്ര? N2 എത്ര? സെക്കൻഡ് ലൈനിന്റെ പെട്ടെന്ന് പറ. 4. ബാമറിന്റെ 4ാമത്തെ ലൈനിന്റെ N1 എത്ര തന്നെയാണ്? 2. N2 എത്ര? ബാമറിന്റെ 4ാമത്തെ ലൈനിന്റെ N2 എത്ര? 6. അപ്പൊ ബാമറിന്റെ 15ാമത്തെ ലൈനിന്റെ N2 എത്ര? ബാമറിന്റെ 15ാമത്തെ ലൈനിന്റെ N2 എത്ര? 17. അത് വേണം പഠിക്കാൻ.
എപ്പോഴും നിങ്ങൾക്ക് n1 എല്ലാവരുടെയും ഓർഡർ പഠിച്ചു 1 2 3 4 5. ബട്ട് n2ന്റെ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ലൈൻമാൻ സീരീസ് ആണെങ്കിൽ എത്രാമത്തെ ലൈൻ ആണോ അതിനേക്കാളും 1 കൂട്ടിയാൽ മതി. 10ാമത്തെ ലൈൻ ആണെങ്കിൽ 11 ആയിരിക്കും n2 എന്ന് പറഞ്ഞാൽ. ബട്ട് ബാമർ ആണെങ്കിൽ 2 കൂട്ടണം. 10ാമത്തെ ലൈൻ ആണെങ്കിൽ 12 ആയിരിക്കും n2 എന്ന് പറഞ്ഞാൽ. കോൺസെപ്റ്റ് മനസ്സിലായോ? പിടികിട്ടിയോ? മനസ്സിലായോടെ? അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ പേർഷ്യനിലെ 10ാമത്തെ ലൈൻ്റെ പേർഷ്യൻ സീരീസ് ആണ്. അല്ല 10ാമത്തെ ലൈൻ്റെ n1 പറ. പേർഷ്യനിലെ 10ാമത്തെ ലൈൻ്റെ n1 പറ. 3. n2 എത്ര? പേർഷ്യനിലെ 10ാമത്തെ ലൈൻ്റെ n2 എത്ര? 13. ഇതാണ് അൾട്ടിമേറ്റ് ആയിട്ട് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കേട്ടോ, ഈ ഒരു കോൺസെപ്റ്റിന് വേണ്ടി മാത്രമാണ് ഈ ഫിഗർ എല്ലാം വരച്ചത്. ഇതാണ് പ്രോബ്ലത്തിന് വേണ്ടിയത്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. n1 എല്ലാം 1 2 3 4 5 ആണ്. n2 ലൈൻമാൻ എന്ന് പറഞ്ഞാൽ ഒന്നിനെ ക്വസ്റ്റ്യൻ പറയും, അല്ലെങ്കിൽ 1ാമത്തെ ലൈൻ 2ാമത്തെ ലൈൻ എന്നേ പറയുള്ളൂ പറ്റിക്കാൻ വേണ്ടി. അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ ലൈൻമാൻ നോക്കേണ്ടത് എത്രാമത്തെ ലൈനാണോ അതിന്റെ കൂടെ 1 ആഡ് ചെയ്യുക, n2 കിട്ടും. ബാമർ നോക്കേണ്ടത് എത്രാമത്തെ ലൈനാണോ അതിന്റെ കൂടെ 2 ആഡ് ചെയ്യുക, n2 കിട്ടും. പാഷൻ നോക്കേണ്ടത് എത്രാമത്തെ ലൈനാണോ അതിന്റെ കൂടെ 3 ആഡ് ചെയ്യുക, n2 കിട്ടും. ബ്രാക്കറ്റ് നോക്കേണ്ടത് എത്രാമത്തെ ലൈനാണോ അതിന്റെ കൂടെ 4 ആഡ് ചെയ്യുക, അപ്പൊ n2 കിട്ടും. ഓക്കെ, ഇനി അതേപോലെ ബ്രാക്കറ്റ് എന്ത് ചെയ്യും നമ്മൾ? എത്രാമത്തെ ലൈനാണോ അതിന്റെ കൂടെ എത്ര ആഡ് ചെയ്യുക, 4 ആഡ് ചെയ്യുക കിട്ടും. അടുത്ത് ഫണ്ട് സീരീസ് ആണെങ്കിൽ എത്രാമത്തെ ലൈനാണോ അതിന്റെ കൂടെ 5 ആഡ് ചെയ്യുക, അപ്പൊ n2 കിട്ടും. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഫണ്ട് സീരീസിലെ 100ാമത്തെ ലൈനിന്റെ n1 ഉം n2. n1 എത്ര? ഫണ്ട് സീരീസിലെ 100ാമത്തെ ലൈനിന്റെ n1 എത്ര? n1 എത്ര? 5. n2 എത്ര? 105. 105. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റിന് വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഫിഗർ വരച്ചതേ ഉള്ളൂ. പെട്ടെന്ന് പടം വരയ്ക്കുമ്പോൾ ആ കോൺസെപ്റ്റ് മനസ്സിലാവും. 1ാമത്തെ ലൈൻ 2ാമത്തെ ലൈൻ എന്നാണ് കോൺസെപ്റ്റ്. ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് ചോദിച്ചാൽ ഈ ഒരു ഫിഗർ വരച്ച് വയ്ക്കുകയാണെങ്കിൽ അവിടെ വീഴുന്നു നിങ്ങൾക്ക് ഫുൾ മാർക്ക്. മനസ്സിലായി? ഈ ഒരു ഫിഗർ വരച്ച് ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി. അവർ നോക്കുന്ന സാറിന് മനസ്സിലാവും കുട്ടി വിവരമുള്ള കുട്ടിയാണെന്ന് മനസ്സിലാവും. ഓൺ ദ സ്പോട്ടിൽ ഫുൾ മാർക്ക് വീഴുന്നു. സ്പെക്ട്രം ഓഫ് ലൈൻസ് ചോദിക്കാം, ഇതും കൂടെ നോക്കി വെക്കണേ. അതിൽ വിസിബിളിൽ വരുന്ന ബാമറ, ബാക്കി ഇവന്മാർ 3 ഇൻഫ്രാറെഡ്, ലൈൻമാൻ മാത്രം UV റേഞ്ച് അല്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ല, ആവശ്യമുള്ളത് മാത്രമേ എടുത്തു തരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഇത് വെച്ചാണ് പ്രോബ്ലം ചോദിക്കുന്നത്. ഇനി പ്രോബ്ലം സിമ്പിൾ ആണ്, ഇനി ഒന്നുമില്ല, പ്രോബ്ലം നിസ്സാരമാണ്. ഓക്കെ, നമുക്ക് ബാക്കി ആ പ്രോബ്ലത്തിലോട്ട് കിടക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് ഫസ്റ്റ് ലൈൻ ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ഫസ്റ്റ് ലൈനിന്റെ വേവ് ലെങ്ത്. ഓക്കെ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കണ്ടല്ലോ എല്ലാവരും? കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് ഫസ്റ്റ് ലൈൻ ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം, ലൈൻമാൻ സീരീസ്. ലൈൻമാൻ സീരീസിലെ ഫസ്റ്റ് ലൈനിന്റെ വേവ് ലെങ്ത് ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? വേവ് ലെങ്ത് കണ്ടുപിടിക്കേണ്ട ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ന്യൂ ബാർ ഈക്വൽ ടു 1/λ ഈക്വൽ ടു ഇത് പഠിച്ചു 109,677 ഇൻറ്റു 1/n1² മൈനസ് 1/n2². ഈ 109,677 വരുന്നത് നമ്മൾ റെഡ്ബർഗ് കോൺസ്റ്റന്റ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന ഇക്വേഷൻ ആണ്. നിങ്ങൾ ഇത് വെച്ച് സെന്റിമീറ്റർ ഇൻവേഴ്സ് അതും കൂടെ പഠിച്ചു വെക്കാം. നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഈ ന്യൂ ബാർ എന്ന് പറഞ്ഞ ആരാണ്? വേവ് നമ്പർ. ലാംഡ എന്ന് പറഞ്ഞ വേവ് ലെങ്ത്. നമുക്ക് ഇതേ ഉള്ള റിലേഷൻ. നമുക്ക് വേവ് നമ്പർ കണ്ടുപിടിക്കാം. അപ്പോൾ 1/λ കിട്ടുന്നത്. കിട്ടുന്നവന് റെസിപ്രോക്കൽ വീണ്ടും എടുക്കണം, അപ്പോഴേ ലാംഡ കിട്ടും. നമുക്ക് വേവ് നമ്പറിന്റെ റിലേഷൻ 1/λ ആണ്. വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ അതേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ 109,677 ഇൻറ്റു 1/, ലൈൻമാൻ സീരീസ് ആണ്. അതിൽ n1 എന്ന് പറഞ്ഞാൽ എത്ര? ലൈൻമാന്റെ n1 1. ലൈൻമാന്റെ n2 എത്രയടാ? n2 എത്ര? ഫസ്റ്റ് ലൈൻ എന്നാ പറയുന്നത്. ആ ലൈൻമാൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സീരീസ് തന്നെയാണ്. അപ്പൊ n2 എത്ര? ലൈൻമാന്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ n2 എത്ര? 2. ഒന്നുമില്ല. 1/1² മൈനസ് 1/2². കാൽക്കുലേറ്റർ എടുത്ത് അങ്ങ് ചെയ്താൽ മാത്രം മതി. 109,677 1/1 മൈനസ് 1/4 ക്രോസ് ചെയ്യുക. 109,677 ഇത് ക്രോസ് ചെയ്യുക. 4 മൈനസ് 1 3/4 എന്ന് കിട്ടും. കാൽക്കുലേറ്റർ എടുത്ത് അടിച്ചു നോക്കുക കേട്ടോ.
അപ്പോൾ ഓൾമോസ്റ്റ് ഇതിൽ കിടക്കുന്ന 8,2,2,5,7 ഇതിൽ കിടക്കുന്ന ആൻസർ എഴുതി വയ്ക്കുന്നതാണ് 7,5 എന്ന് കിട്ടും കേട്ടോ. നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് ചെയ്ത് നോക്കുക. ഇതാണ് ഏതെന്ന് പറഞ്ഞാൽ 1/λ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റുന്നു, എല്ലാവരും ഇതുവരെ ചെയ്തു വയ്ക്കും. ശ്രദ്ധിക്കുക, നമുക്കിവിടെ കിട്ടിയത് 1/λ ആണിത്, നോട്ട് ലാംഡ. അപ്പൊ ലാംഡ എന്ന് പറഞ്ഞാൽ വീണ്ടും ഇതിന് റെസിപ്രോക്കൽ എടുക്കുക. 1/822.7.75 മനസ്സിലായോ? നമുക്ക് 1/λ കിട്ടുന്നത് ഈ ഫോർമുല വഴി. അപ്പൊ ലാംഡ കണ്ടുപിടിക്കണമെങ്കിൽ കിട്ടുന്ന വാല്യൂവിന് വീണ്ടും എന്ത് ചെയ്യുക, റെസിപ്രോക്കൽ എടുക്കുക. 1/λ ഇതാണെങ്കിൽ ലാംഡ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എന്തെടുക്കുക, റെസിപ്രോക്കൽ എടുക്കുക. സോ നമുക്ക് ഫൈനലി കിട്ടുന്ന ലാംഡയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എത്രയാ, 1.21 into 10⁻⁻5. 1.21 into 10⁻⁻5 ഇങ്ങനെ എന്താണ് കിട്ടുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, കാൽക്കുലേറ്ററിൽ അടിച്ച് കൺഫേം ചെയ്യുക. ഇവിടെ കിട്ടിയോ? ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, 1/λ ആയിരിക്കും നമുക്ക് ഈ റിലേഷൻ വഴി കിട്ടുന്നത്. ഓക്കെ, അതിനെന്ത് ചെയ്യുക, റെസിപ്രോക്കൽ എടുത്ത് ലാംഡ കണ്ടുപിടിക്കുക. വേവ് ലെന്ത് ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെന്ത്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? അവിടെ മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ അല്ലേ? ഓക്കെ, വേണമെങ്കിൽ എഴുതിയെടുത്തോ, എഴുതിയെടുത്തോ. അപ്പൊ അടുത്ത് ഒരു പ്രോബ്ലം നോക്കിക്കോ, ഇമ്പോർട്ടന്റ് ആണ് ഈ പ്രോബ്ലം. An uncertainty an electron is moving with a velocity 2.5 into 10⁻⁶. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ് കേട്ടോ. If the uncertainty in its velocity is 0.1%, വെലോസിറ്റിയിലുള്ള അൺസർട്ടനിറ്റി പെർസെന്റേജിലാണ് തന്നിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാൽക്കുലേറ്റ് ദ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ. ഓക്കെ, അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി തന്നിട്ടുണ്ട്, അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ കണ്ടുപിടിക്കുക. പ്ലാങ്ക്സ് കോൺസ്റ്റന്റും മാസും എല്ലാം തന്നിട്ടുണ്ട്. തന്നില്ലെങ്കിൽ നിങ്ങൾ അത് പഠിച്ചു വെക്കുക, ഇലക്ട്രോൺസിന്റെ ആയിട്ട്. ഓക്കെ, അതിനായിട്ട് ശ്രദ്ധിക്കുക. വെലോസിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി 2.5 ന് 10⁻⁶ തന്നിട്ടുണ്ട്. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി ആണ് അൺസർട്ടനിറ്റി. പക്ഷെ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി അല്ല തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഇഫ് ദ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ഇൻ ഇറ്റ്സ് വെലോസിറ്റി ഈസ് ഏതാണ്, എത്രയാ, 0.1%. സ്ക്രീൻ ഇത് ഷെയർ ആയില്ലേ? ഇവിടെ ഷെയർ ആയോ നോക്ക് സ്ക്രീന്? ആയല്ലോ അല്ലേ? നേരത്തെ ഷെയർ ആയിരുന്നോ? ഓക്കെ, അപ്പൊ ഒന്നും കൂടെ ഇവിടെ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, an electron is moving with a velocity തന്നിട്ടുണ്ട്. if the uncertainty in velocity is 0.1%, calculate the uncertainty in ഏതാണ് its position. ഓക്കെ, അപ്പം വെലോസിറ്റി തന്നിട്ടുണ്ട്. അൺസർട്ടനിറ്റി വെലോസിറ്റി ചിലതിൽ ഡയറക്റ്റ് ആയിട്ട് വാല്യൂ തരും. ഇവിടെ പെർസെന്റേജ് തന്നിട്ടുണ്ട് 0.1. വെലോസിറ്റിയുടെ 0.1% ആണ് അൺസർട്ടനിറ്റി എന്നാണ് അതിന്റെ മീനിങ്. മനസ്സിലായോ? വെലോസിറ്റിയുടെ 0.1% ആണ് അൺസർട്ടനിറ്റി. അതാണ് മീനിങ്. 0.1% ഓഫ് 0.1% ഓഫ് വി, അതാണ് അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ. പിടികിട്ടിയോ? മനസ്സിലായോ? അവിടെ 0.1% ഓഫ് വി ആണ് ഏതെന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ. എപ്പോഴും അതെന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. 0.1% ഓഫ് ഏതാണ്, വി. അതെങ്ങനെ 0.1% കണ്ടുപിടിക്കുന്നത്? ഒരാളുടെ പെർസെന്റേജ് കണ്ടുപിടിക്കും, വിച്ച് മീൻസ് എന്താണ്, ഡെൽറ്റ ബി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ എത്ര, 2.5 into 10⁻⁶ അല്ലേ? അതിന്റെ 0.1% എന്ന് പറഞ്ഞാൽ 0.1/100. മനസ്സിലായോ? പിടികിട്ടിയോ? മനസ്സിലായോ അവിടെ? അപ്പം ഡെൽറ്റ ബി എന്ന് പറഞ്ഞാൽ ആരാണ്, 2.5 into 10⁻⁶ 0.1% എന്ന് പറയുമ്പോൾ 0.1/100. ഇപ്പൊ 10% എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, 10/100. 50% എന്ന് പറയുന്നെങ്കിൽ 50/100 എടുക്കുക. 60% ആണെങ്കിൽ 60/100 എടുക്കുക. 0.1% ആയതുകൊണ്ട് ആ വെലോസിറ്റിയുടെ 0.1%. എങ്ങനെയാ പെർസെന്റേജ് അടിക്കുക, 0.1/100. ഈസി. മനസ്സിലായോ? പിടികിട്ടിയോടാ?
ഈ 0.1 താഴെ വരുമ്പോൾ 1/10 ആയിട്ട്. അപ്പോൾ ഇവിടെ 10 ക്യൂബ് വന്നിട്ട് 10 ക്യൂബും 10⁻6 വെട്ടിപ്പോയി ആണ് ഇങ്ങനെ 2.5 × 10⁻3 എന്ന് വന്നത്. കാൽക്കുലേറ്ററിൽ ചെയ്താലും മതി. ഇനി ഒന്നുമില്ല. ഇനി നമ്മൾ കണ്ടുപിടിക്കാം. നമ്മുടെ റിലേഷൻ ഉണ്ട്. ഏതാണ്? ഡെൽറ്റ എക്സ് ഇൻറ്റു നമ്മൾ പഠിപ്പിച്ചു ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. പ്രോബ്ലം ചെയ്യുമ്പോൾ ഈക്വൽ ടു ആയിട്ട് എടുക്കും. ഇവിടെ നിന്ന് ദാറ്റ് ഇസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി മാസ് ഇൻറ്റു ഡെൽറ്റ ബി ഈക്വൽ ടു h/4π ആയിട്ട് എടുത്തു. പ്രോബ്ലം ചെയ്യുമ്പോൾ ഈക്വൽ ടു ആയിട്ട് എടുക്കും കേട്ടോ. അത് നമുക്കിവിടെ വേണ്ടത് അൺസർട്ടണിറ്റി ഇൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ആ വേണ്ടത്. സോ ഈ മാസ് ഇൻറ്റു ഡെൽറ്റ ബി ഇങ്ങനെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവരിക. അതാണ് ഇവിടെ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? h/4π ഇൻറ്റു മാസ് ഇൻറ്റു ഡെൽറ്റ ബി. എച്ചിന്റെ വാല്യൂ ഉണ്ട് 4π 3.14. മാസ് ഇലക്ട്രോണിന്റെ മാസ് കൊടുക്കുക. ഡെൽറ്റ ബി ഇപ്പം കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ഈസി. മനസ്സിലായോ? ഈ പ്രോബ്ലം മനസ്സിലായോ? കിട്ടിയോടെ? ഇത് ചോദിക്കും. ഇത് എക്സാമിൽ ഒരുപാട് പ്രാവശ്യം ഈ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഇനിയും ചോദിക്കും. പഠിച്ചു വെക്കുക. ഒന്നുകിൽ അൺസർട്ടൻ ഇൻ പൊസിഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എത്രയേ ഉള്ളൂ. ഇങ്ങനെ ഇപ്പൊ ചില ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തരും കേട്ടോ. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡയറക്റ്റ് തരും. ചില ക്വസ്റ്റ്യൻ ഇങ്ങനെ പെർസെന്റേജ് എന്ന് പറഞ്ഞു തരും നമ്മളെ പറ്റിക്കാൻ വേണ്ടി. നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ആ വെലോസിറ്റിയുടെ പെർസെന്റേജ് അങ്ങ് എടുത്താൽ മതി. കാരണം നമുക്കിവിടെ വെലോസിറ്റി ആവശ്യമില്ല. ഓക്കെ, നമുക്കിവിടെ വെലോസിറ്റി ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് അൺസർട്ടനിറ്റി വെലോസിറ്റി ഡെൽറ്റ വി വേണ്ടത്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ 0.1% ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നുണ്ട്. സോ വെലോസിറ്റിയുടെ 0.1% എടുക്കുക. ഇത് മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആയോ ഈ പ്രോബ്ലം? ഈ മോഡൽ ഉറപ്പാണ് കേട്ടോ. ഒരുപാട് വർഷം ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് വർഷം. ഇവിടെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ വന്നല്ലോ. കണ്ടോ? 2014 ചോദിച്ച ക്വസ്റ്റ്യൻ കണ്ടോ? ഏതാണ്? ഇതൊക്കെ ചോദിച്ചാലാണ് കുട്ടികൾ ടഫ് എന്ന് പറയുന്നത്. കാരണം പിള്ളേർക്ക് അറിയാത്തത് കൊണ്ടാണ് ചെയ്യാൻ. ബട്ട് ക്വൈറ്റ് ഈസിയാണ് ഇത്. സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ? സൂട്ടബിൾ ഫോട്ടോണിസ് ഇലക്ട്രോണിക് വരെ ഫോട്ടോണൊക്കെ ചെറിയ ആൾക്കാരാ. To locate an electron in an atom within a distance of 0.4 angstrom. Okay, a microscope with a suitable photon is employed to locate an electron in an atom within a distance of 0.4 angstrom. What is uncertainty involved in its velocity? വെലോസിറ്റിയുടെ അൺസർട്ടനിറ്റി. ക്വസ്റ്റ്യനിൽ ആരുടെ അൺസർട്ടനിറ്റി തന്നിട്ടുണ്ട്? പൊസിഷൻ. ശ്രദ്ധിച്ചേ. A microscope with a suitable photon is employed to locate an electron with an atom within a distance of 0.4 ആംസ്ട്രോം എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് എന്ന് ഇവിടെ പറയുന്നത് ഏതാണ്? അൺസർട്ടനിറ്റി ഇൻ പൊസിഷനാ തന്നിരിക്കുന്നത്. എത്രയെന്നാ? 0.4 ആംസ്ട്രോം. അപ്പൊ ഞാൻ പഠിപ്പിച്ചു ആംസ്ട്രോമിനെ മീറ്ററിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻറ്റു 10⁻10 കൺവേർട്ട് ഇടുക. അപ്പൊ സോ എന്നിട്ട് ഡെൽറ്റ എക്സ് ഉണ്ട്, എച്ച് ഉണ്ട്, ഇലക്ട്രോണിന്റെ മാസ് ഉണ്ട്. നമുക്ക് വേണ്ടത് ഏതാണ്? അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റിയാ. നേരത്തെ ഫോർമുലയിൽ നിന്ന് ഡെൽറ്റ വി കണ്ടുപിടിക്കുക. ആ ഫോർമുല എടുത്തിട്ട് എന്ത് ചെയ്യുക? ഈ ഫോർമുല നമുക്കറിയാം ഡെൽറ്റ എക്സ് ഇൻറ്റു മാസ് ഡെൽറ്റ വി h/4π. അവിടെ നിന്ന് ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ഇൻറ്റു എം താഴെ വരും. എല്ലാ ആൾക്കാരും ഹെച്ചിന്റെ വാല്യൂ കൊടുക്കുക, 4π കൊടുക്കുക, മാസ് കൊടുക്കുക, ഡെൽറ്റ എക്സ് കൊടുക്കുക. നിങ്ങൾക്കൊരു ഡൗട്ട് കാണും, സാർ ഈ 0.4 എങ്ങനെയാണ് ഡെൽറ്റ എക്സ് എന്ന് മനസ്സിലായോ? ഡൗട്ട് ഒന്നും വേണ്ട. A microscope with a suitable photon is employed to locate an electron in an atom within a distance of. ഇലക്ട്രോൺ ഇരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റൂല. അത് അൺസർട്ടനിറ്റി തന്നെയാണ്. 0.4 ആംസ്ട്രോം എന്ന് പറഞ്ഞാൽ വല്ലാതെ ചെറുതാണ്. വേറെ ഒന്നും പറയാത്തത് കൊണ്ട് തന്നിക്കുന്ന ഡിസ്റ്റൻസിനെ എന്തായിട്ട് തന്നെ എടുക്കുക. നിങ്ങൾ അൺസർട്ടനിറ്റി ഇൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് തന്നെ എടുക്കുക. മനസ്സിലായോ? പിടികിട്ടിയത്? പിടികിട്ടിയോടെ? ക്ലിയർ ആയോ ഈ ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യനിൽ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞ. ഓക്കെ ആണോ? ഇനിയുണ്ട്. ഈ സ്ഥിരം പ്രോബ്ലം സ്ഥിരം ചോദിക്കാറുള്ള. ഇത് അടുത്ത വർഷം ഉണ്ടോ? ഇപ്പൊ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായി കാണും. കാൽക്കുലേറ്റ് ദി അൺസർട്ടനിറ്റി ഇൻ ദ വെലോസിറ്റി ഓഫ് എ ക്രിക്കറ്റ് ബാൾ. ക്രിക്കറ്റ് ബാളിന്റെ അൺസർട്ടനിറ്റി വെലോസിറ്റി. അപ്പൊ നിങ്ങൾ പഴയ ക്രിക്കറ്റ് ബാളൊക്കെ എന്ന് പറയുമ്പോൾ ഈക്വൽ ടു എടുത്താൽ മതി കേട്ടോ. അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ആംസ്ട്രോം എന്ന് പറഞ്ഞു. അപ്പൊ ആര് തന്നിട്ടുണ്ട്? ഡെൽറ്റ എക്സ് തന്നിട്ടുണ്ട്, ഡെൽറ്റ വി. നേരത്തെ പോലെ ഈസി അല്ലേ കുട്ടികളെ? ആംസ്ട്രോമിനെ നമ്മൾ എന്തിൽ കൺവേർട്ട് ചെയ്യും? എന്തിൽ കൺവേർട്ട് ചെയ്യും? ഇൻറ്റു 10⁻10 കൊടുക്കുമ്പം അതെന്തായി മാറി? ഡെൽറ്റ വി ഡെൽറ്റ എക്സ് അല്ലേ? ഡെൽറ്റ എക്സ് ഈക്വൽ ടു 1.2 ആംസ്ട്രോം. അതിനെ 1.2 × 10⁻10 മീറ്റർ ആയിട്ട് മാറും.
ഈ ക്വസ്റ്റ്യനിൽ ഒരു കോൺസെപ്റ്റ് ഉള്ളത് ഇവിടെ കണ്ടോ? ഇത് ഏതിലാണ്? നീല തന്നിരിക്കുന്നത്? പറ, ഏതിലാ തന്നിരിക്കുന്നത്? ഗ്രാം. നമ്മൾ എപ്പോഴും അൺസണിലെ ഈ മാസം എന്ന് പറഞ്ഞാൽ കിലോഗ്രാമിലാണ് പറയുന്നത്. അത് എപ്പോഴും നോട്ട് ദാറ്റ് പോയിന്റ്. ഓക്കെ, അത് നമ്മള് ഇതൊക്കെ എപ്പോഴും ഒരു ജനറൽ ഫോം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ആ മാസ് കിലോഗ്രാമിലാണ് പറയുന്നത്. ഓക്കെ, അത് കിലോഗ്രാമിലാണ് പറയുന്നത്. അതുകൊണ്ട് എന്താണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത്? ഈ മാസിനെ കിലോഗ്രാമിൽ കൺവേർട്ട് ചെയ്യണം ആദ്യമേ കേട്ടോ. മനസ്സിലായോ? കാരണം തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ആയാലും മതി, നമ്മളെല്ലാം ഇത് മാസ് കിലോഗ്രാമിലാണ് പറയുന്നത്. കിലോഗ്രാം ഇട്ടില്ലെങ്കിൽ തെറ്റും, കാരണം പ്ലാന്റ്സ് കോൺസ്റ്റന്റ് അതിലാണ് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അതൊന്ന് തൊട്ട് മുമ്പ് നോക്കിയാലും മതി. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? നമുക്ക് അവിടെ വേണ്ടിയിരുന്നത് ആരെയാണോ? അത് നമ്മൾ ഇലക്ട്രോൺ എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ? ആ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഇലക്ട്രോൺ എന്നാ പറയുന്നത്. ഇലക്ട്രോൺ. അപ്പൊ ഇലക്ട്രോണിന്റെ മാസ് നമ്മൾ എത്ര ആയിട്ട് എടുത്തത് കണ്ടോ? 9.1 into 10⁻31. ഏതാ? കിലോഗ്രാം കേട്ടോ. ഈ റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ അത് കിലോഗ്രാമിലിട്ടാണ് മാസിനെ ഡിറൈവ് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് ഫോം. അപ്പൊ അത് മാറിപ്പോകരുത്. അപ്പൊ ഇവിടെ 130 ഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ എന്തിലിട്ടെടുക്കൂടെ? കിലോഗ്രാമിലിട്ട് വേണം എടുക്കാൻ കേട്ടോ, മറന്നു പോകരുതേ. ഓക്കെ, അത് സിമിലർലി വെലോസിറ്റിയെ മീറ്റർ പെർ സെക്കൻഡിൽ എപ്പോഴും മീറ്ററിലാക്കി എടുത്തോളൂ. അതും മറന്നു പോകരുത് കേട്ടോ. വേറെ ഒന്നുമില്ല. ഇപ്പൊ കിലോഗ്രാമിലാക്കാൻ വേണ്ടി നമുക്കറിയാം എത്ര ഡിവൈഡ് ചെയ്താൽ മതി? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനാണ് ഇൻറ്റു 10⁻³ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 130/1000. 1000 എന്ന് പറഞ്ഞാൽ 10 ക്യൂബ്. 130/10³ എന്ന് വരും. അത് മോളിൽ പോകുമ്പം 130 × 10⁻³ എന്ന് വരും. അതാണ് അവർ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. then ഈ റിലേഷൻ എച്ചിന്റെ വാല്യൂ കൊടുക്കുക 4π. 4 × π. m 130 × ഇത്. അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒരു കാര്യമേ, നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? ഇത് തെറ്റാണ് കേട്ടോ. നമ്മൾ കണ്ടുപിടിക്കുന്ന എന്താണ്? അൺസർട്ടനിറ്റി ഇൻ എന്താ? വെലോസിറ്റി. പൊസിഷൻ തന്നിട്ടുണ്ട്. ഇത് ഡെൽറ്റ വിയും ഡെൽറ്റ എക്സും കേട്ടോ. ബാക്കി കൊടുത്തിരിക്കുന്നത് കറക്റ്റ് തന്നെയാണ്, അവർ എഴുതിയത്. നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത് പൊസിഷനാ തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ? സംശയം ഉണ്ടോ? ഇതിലെടുത്ത് എഴുതിയ കുഴപ്പം. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അപ്പൊ ഈ പ്രോബ്ലം എന്നാ ഇനി നമ്മൾ ചെയ്യുമല്ലോ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് മാത്രം പറഞ്ഞുതരാൻ വേണ്ടിയ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോബ്ലം. ഒരുപാട് വർഷം, ഇപ്പൊ നമ്മൾ 3 വർഷം സെയിം പ്രോബ്ലം റിപ്പീറ്റ് ചെയ്തു, ഇത്രേ ഉള്ളൂ. ഇത്രയും പ്രോബ്ലം പഠിച്ചെന്നെങ്കിൽ ഈ ചാപ്റ്റർ ഫുള്ള് കിട്ടും കേട്ടോ. വേറെ വിഷയങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇത്രയും നന്നായിട്ട് അങ്ങ് പഠിക്കുക കേട്ടോ. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, പണ്ട് ചോദിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു, അത് ഇപ്പം വേണ്ട. അല്ലെങ്കിൽ ഒരു ഫോർമുല പഠിച്ചു നോക്കി കേട്ടോ. ഫൈൻഡ് ദ maximum number of emission lines when excited electron of hydrogen atom in n6. n equal to 6. 6 എന്ന് പറയുന്ന ഓർബിറ്റ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ വരച്ചില്ലേ ഇതില്? 1 2 3 4 5 6. 6 നിന്ന് വരെയാണെങ്കിൽ find the maximum number of emission line when excited electron of hydrogen atom in 6. 6 നിന്നാണ് എമിറ്റ് ചെയ്യുന്നതെങ്കിൽ എത്ര എമിഷൻ ലൈൻസ് ഉണ്ടാകും? ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ഫോർമുല പഠിച്ചു വെക്കുക കേട്ടോ. n × n-1/2 ദ മാക്സിമം നമ്പർ ഓഫ് എമിഷൻ ലൈൻസിന്റെ ഫോർമുലയാണ് കേട്ടോ. എത്രയാ? 15 എന്ന് കിട്ടും. വേണമെങ്കിൽ പഠിച്ചു വെക്കാം. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? 6ാമത്തെ ടോപ്പിൽ നിന്നാണ് ചാടുന്നതെങ്കിൽ എത്ര എമിഷൻ ലൈൻസ് കാണുമെന്ന് വേറെ ഒന്നുമില്ല. അതെങ്ങനെയെന്ന് അറിയാമോ? നമുക്ക് വേറെ ഒന്നുമില്ലടാ. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പൊ നമ്മള് ലൈൻമാൻ ആണെങ്കിൽ 6 എന്ന് പറയുമ്പോൾ എത്ര ലൈൻസ് കാണും? ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ അത് നോക്കണ്ട. ഈ ഫോർമുല പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആ ഫോർമുല പഠിച്ചു വെച്ചാൽ മതി. മാക്സിമം നമ്പർ ഓഫ് എമിഷൻ ലൈൻസ് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ n × n-1/2. ഈ ഫോർമുല ഒന്ന് ജനറലി എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഒരു മാർക്കിന് മുമ്പ് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇല്ല, നിങ്ങൾക്ക് പഠിക്കാൻ വേണമെങ്കിൽ ഇത് നോക്കിക്കോ. 2010 പഴയ സിലബസ്, 2012 മുതലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ?
ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അപ്പൊ ഇത്രയും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ.